പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന രോഗസാധ്യത ഏറ്റവും കൂടുതലുള്ള ആളുകൾ ആരൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഒരു 100 പ്രസവം എടുത്താൽ 5 പേർക്ക് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വരാം. അത് സമൂഹത്തിൽ. ഇനി കൂടുതൽ വരാനുള്ള സാധ്യത ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് മുമ്പ് മാനസിക രോഗങ്ങൾ ഉള്ള ആളുകൾക്ക് ഈ ഡെലിവറിക്ക് ശേഷം സാധ്യത കൂടുതലാണ്. ഇനി മുമ്പ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉള്ള ഒരു അമ്മയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു തവണ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വന്നാൽ സെക്കൻഡ് ടൈം വരാനായിട്ടൊരു 50% ചാൻസ് ഉണ്ട്. സെക്കൻഡ് ടൈം വന്നാൽ തേർഡ് ടൈം വരാനായിട്ട് 70 to 100% ചാൻസാണ്. അപ്പോൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഫാമിലിയിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, തൊട്ടടുത്ത ബന്ധുക്കൾ, അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ സഹോദരിമാർക്കോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അല്ലാത്ത മാനസിക പ്രശ്നങ്ങൾ പോലും ഫാമിലിയിൽ ഉണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ മുമ്പ് മാനസിക രോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങളുണ്ട്. അതായത് പ്രഗ്നൻസി സമയത്ത് വരുന്ന ഹൈപ്പർ ടെൻഷൻ, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ്, പിന്നെ ട്വിൻസ്, ചിലപ്പോൾ 2 കുട്ടികളോ 3 കുട്ടികളോ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളാണ്, മൾട്ടിപ്ലക്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഉറക്കം കുറയുക, ശരിക്കുള്ള ശാരീരികമായിട്ടുള്ളൊരു ഫിസിക്കലി ഹെൽത്തി അല്ല, മൾട്ടിപ്പിൾ കോസസ് ഉണ്ട്. ഇതെല്ലാമാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് സാധ്യത കൂട്ടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ.